നടത്തണം. പ്രത്യേകിച്ച് മറ്റത്തൂര് പാർട്ടി KPCC ഞാനൊരു കാര്യം പറയട്ടെ, ഈ തർക്കം അല്ല അതില്ല വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളോട് വിശദീകരണം ചോദിച്ചിട്ടില്ല. വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ ഉണ്ടാകുന്നത്. വ്യാജ വാർത്തകളുടെ അല്ല ഒരു മിനിറ്റ് ഞങ്ങൾ തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ നിങ്ങൾ നുണ പറയുന്നത് BJP ചേർന്നു എന്ന് പറയുന്നത് ഈ സഹകരണോ BJP ചേരില്ല, ഇന്നും ചേരില്ല, നാളെയും ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സഖ്യവും ചേർന്നു എന്ന് പറയുന്നത് ഒന്നാണ് വാക്ക്. നിങ്ങൾ മലയാളം പഠിച്ചിട്ടില്ലേ? ഈ BJPയിൽ ചേർന്നു എന്ന് പറയുന്നത് സഖ്യമാണ് എന്ന് പറയുന്നത് ഒന്നാണോ? BJPയിൽ ചേർന്നു, ഒരിക്കലും BJPയിൽ ചേരില്ല. ഇതൊക്കെയാണ് സഖ്യമാണ് സ്ഥാനം കൊടുക്കണ്ടേ? സഖ്യമാണെങ്കിൽ സ്ഥാനം കൊടുക്കണ്ടേ? അല്ലേ? സഖ്യമാണെങ്കിൽ സ്ഥാനം കൊടുക്കണ്ടേ? സഖ്യമാണെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണ്ടേ? അല്ലേ? ഇനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയ്യില്ല, ഒരിക്കലും BJP. അത് അവിടുത്തെ ഒരു ചതിയുടെ അവിടെ ഒരു ചതിക്ക് മറുപടിയായി മറുചതിയുടെ അത് വികാരമാണ്. ഒരാളായിട്ട് സഖ്യമില്ല, കരാറുമില്ല, ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് നിലപാട് 5 സീറ്റ് ഉണ്ടായിരുന്ന ആളുകളെ ഞങ്ങളോട് ഇതുവരെ രാഷ്ട്രീയ വിഷയം തന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. TV വാർത്തകളുടെ തെറ്റായ പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ ഉണ്ടായേക്കുന്നത്. TV വാർത്തകളുടെ തെറ്റായ പ്രചാരണത്തിന്റെ അടിസ്ഥാന നടപടി ഉണ്ടായേക്കുന്നത്. ഇതുവരെ സാധാരണ നടപടിയെടുക്കുക അല്ലേ? ഈ സ്റ്റേറ്റ് ലെവലിൽ മുതൽ വന്ന വാർത്തകൾ എന്നിട്ടാ VD സതീശൻ പറഞ്ഞതിനപ്പുറം ഞങ്ങൾക്ക് പറയാനില്ല. BJP 8 അംഗങ്ങൾ ചേർന്നു. നൂർജഹാൻ നവാസ് BJPയുടെ പ്രസിഡന്റായി. ഓരോ വാർത്തകള് അനാവശ്യ ഏഷ്യനെറ്റാണ് പറഞ്ഞത്. നൂർജഹാൻ നവാസ് അങ്ങനെ വാർത്ത അങ്ങനെ വാർത്ത പ്രചരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ വാർത്ത പ്രചരിച്ചു വന്നിട്ടുണ്ട്. പൂർണ്ണമായ രീതിയിലുള്ള അതില്ല, ഒരിക്കലും ഇല്ല. കൃത്യമായ രീതിയിൽ തീർച്ചയായും പാർട്ടി കൃത്യമായ ഇടപെടൽ നടത്തും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നടത്തിയ നടപടികൾ പിൻവലിക്കും. ഞങ്ങളുടെ അവിടെ മുഴുവൻ പേരെയും ഈ പാർട്ടി തിരിച്ചെടുക്കും. അത്തരത്തിലുള്ള നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് ഈ വ്യാപകമായ പ്രചാരണം നടത്തിയത് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. BJP സംസാരിക്കുന്നത് ഇത് നിങ്ങളൊന്ന് നോക്കി, ഇത് ആരെ സംസാരിക്കുന്നത്? ഇത് നിങ്ങളുടെ ഭാഗമല്ല കൊടുത്തേക്കുന്നത്. ഈ ആയിരിക്കുന്ന ആളല്ല പലപ്പോഴും ഈ കാര്യം അദ്ദേഹം പലപ്പോഴും സൈബർ അതായത് അദ്ദേഹം സംസാരിക്കുന്നത് എത്ര മിനിറ്റ്? 5 മിനിറ്റാണ് സംസാരിച്ചിരിക്കുന്നത്. 5 മിനിറ്റിലധികം. കേവലം അവിടുത്തെ പ്രാദേശികമായി കൂടെ ഉണ്ടായിരുന്ന ഒരാള് CPM കൂടെ ഒറ്റുകൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധം തന്നെയാണ്. അതിനുശേഷം നടന്ന
അന്ന് എല്ലാ പ്രസ് മീറ്റുകളും പറയുന്നുണ്ട് CPM-ന്റെയോ BJP-യുടെയോ SDPയുടെയോ വോട്ടോട് കൂടി എവിടെയെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ രാജിവെക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് VD സതീശൻ KPCC പ്രസിഡന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ BJP-യുടെ പിന്തുണയോടുകൂടി ഇപ്പോഴും നിങ്ങൾ അധികാരത്തിലിരിക്കുകയാണ് അവിടെ. അവരും പറയുന്നത് നടപടിയെടുത്താൽ തീരുമാനം എടുക്കുമെന്നാണ്. ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഈ പറയുന്ന രണ്ടുപേരും ഈ ഐസേഫും അതുപോലെ തന്നെ ഈ ടെസിയും ഈ ബ്ലോക്ക് ഡിവിഷനിലെ 2 വാർഡ് മെമ്പർമാരാണ്. ഞാൻ ഇവിടെ നിന്ന് വന്നിട്ടുള്ളത് കൃത്യമായി ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ നടത്തിയ നടപടി പിൻവലിക്കണമെന്നും കാര്യഗൗരവത്തോടുകൂടി പരിശോധിച്ച് മറ്റത്തൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാധിക്കണം. അവിടെ അഴിമതി ഭരണമായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി ഭരണം നടത്തിയ സ്ഥലമാണ്. ഏറ്റവും വലിയ ഒരു സംഘടിതമായ ഒരു പാർട്ടി ഗ്രാമം പോലെ കൊണ്ടു നടക്കുന്ന പ്രദേശം. അവിടെ ഈ അഴിമതി ഭരണത്തിന് അറുതി വരുത്താനുള്ള ഒരു പൊതുവികാരമുണ്ട്. ഇങ്ങനെ ഒരു മൊത്തം വോട്ട് ചെയ്ത മൊത്തം ജനങ്ങൾ കോൺഗ്രസ് അല്ല പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൽ ഒരേ മനസ്സോടെ ഞങ്ങൾ കോൺഗ്രസ് അപ്പൊ കോൺഗ്രസ് ചെയ്യുന്നതുകൊണ്ട് അപ്പൊ ഓക്കെ CPM-ന്റെ നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ശരിവെക്കുമ്പോഴും BJP-യുടെ പിന്തുണ വേണോ എന്നാണ് ചോദിക്കുന്നത്. അക്കാര്യത്തിൽ പാർട്ടി കൃത്യമായി ഇടപെടൽ നടത്തുന്ന നടപടി പദവി വെച്ചിരിക്കുന്നത് പാർട്ടിയോട് ബാർഗൈൻ ചെയ്യാനാണോ?